നമസ്കാരം. നീരജ അമ്മൂസ് 2 ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയോളമായി യൂട്യൂബിനകത്ത് ഈ പറയുന്ന നീരജ അമ്മൂസ് രണ്ടും താങ്കളുടെ പേര് തന്നെയാണോ? അമ്മൂസ് ചെല്ല പേരായിരിക്കും അല്ലേ? ഇത്തിരി ചെല്ലം കൂടുതലാണ് നിനക്ക് കേട്ടോ. അപ്പോ ഒരാഴ്ചയായിട്ട് ഈ യൂട്യൂബിനകത്ത് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മൾ അതിനെ എടുത്തില്ല. പക്ഷെ ഇന്ന് ആ സാധനം എടുക്കാൻ കാരണം ഇന്നലെ നമ്മുടെ നീരജ അമ്മൂസ് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടപ്പോൾ രണ്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് പോകുന്ന എഴുതി മാത്രം വന്നതാണ്. അതായത് കുറച്ചു പേരെ പറഞ്ഞു പറ്റിച്ച് കുറച്ചു പേര് എന്ത് ചെയ്തു, തന്റെ സോഷ്യൽ മീഡിയ വഴി യു കെയില് സിയോസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സ്വന്തം സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് കൊണ്ട് കുറെ മണ്ടന്മാര്, സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഞാൻ മണ്ടരെന്നേ വിളിക്കുകയുള്ളൂ, പണം കൊണ്ട് തള്ളിക്കൊടുത്തവരെ വള വായിലേക്ക് 10-48 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തെന്ന അതിനുശേഷം എവളെ മാറ്റിയിട്ട് മറ്റൊരുത്തം ബ്ലസനാ ബ്ലസ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ഗെയിം കളിച്ചു. എവളെ തട്ടി മാറ്റിയിട്ട് എവൾക്ക് കിട്ടുന്ന കമ്മീഷനും കൂടി എനിക്ക് കിട്ടാമല്ലോ എന്ന് കരുതി വീണ്ടും കൊണ്ട് തള്ളിക്കൊടുത്തു. ലവൻ കൊണ്ട് മുങ്ങി. ലവന്റെ പേര് എന്നിട്ട് കിഷോർ, അമല്. ഇപ്പൊ അമലല്ല, അമലിന്റെ അപ്പുറത്ത് വേറൊരുത്തുണ്ട് കിഷോർ എന്ന് പറയുന്നത്. ഇനി കിഷോർ അറിയും, കിഷോറിന്റെ അച്ഛനാണ്. അങ്ങനെ പോകും. എന്തൊക്കെ പറഞ്ഞാലും തന്റെ സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ ഒരു പോസ്റ്റ്, അത് ചെറിയ പോസ്റ്റ് ഒന്നും അല്ല, ഇങ്ങനെ കിട്ടും, നിങ്ങൾക്ക് സിയോസ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. കുറെ ആൾക്കാർ എവളെ ബന്ധപ്പെടുന്നു. എവള് ത്രൂ ഈ പറയുന്ന അമ്മൂസ് ത്രൂ എന്ത് ചെയ്ത് മറ്റവനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവരെ പണങ്ങളെല്ലാം പോകുന്നു. ഉള്ളത് തന്നെ. ഇനി എന്തൊക്കെ പറഞ്ഞാൽ എന്നിട്ട് എനിക്ക് 5 പൈസ കിട്ടിയില്ലെന്ന്. അയ്യോ കുഞ്ഞു വാവ, നല്ല ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അതിനി തെളിയിക്കണ്ടേ. അതിന് കുറ്റവും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒരു പ്രൊമോഷൻ ചെയ്യുന്നു, അതിന് നിങ്ങളെ കാശ് വാങ്ങുക, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ചെയ്യുന്ന പ്രൊമോഷൻ ഏതെന്ന് നോക്കണം. ശരി, നമുക്ക് പോയി ഒരു അബദ്ധം പറ്റി, കോടികൾ പോയി, ഓരോരുത്തർ കൊണ്ട് ലക്ഷങ്ങൾ കൊണ്ട് മന്ദബുദ്ധികൾ, ഈ പറയുന്ന ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ഇവരൊക്കെയാണ് ദേവത, ഇവരൊക്കെയാണ് ദൈവപുത്രിമാര്, ഇവര് പറയുന്നതിന് ദൈവവാക്യം എന്ന് പറഞ്ഞ് കുറെ മണ്ടന്മാര് കൊണ്ട് തള്ളിക്കൊടുത്തു. ലവൻ കൊണ്ടുപോയി, കുറെ ലെവലും കൊണ്ടുപോയി. അമലും ഇവളും ഒരു കൊല്ലമായിട്ട് ക്ലോസ് ആയിട്ട് ഫ്രണ്ട് എന്നാ പറയുന്നത്. ശരി, കൊണ്ടുപോയി. എനിക്കൊരു അബദ്ധം പറ്റി. അപ്പൊ ഈ പറയുന്ന അമ്മൂസ് എന്താ ചെയ്യുന്നത്, താങ്കൾ എന്താ ചെയ്യുന്നത്, വന്ന് സൗമ്യമായിട്ട് എന്റെ ഭാഗത്തൊരു തെറ്റ് പറ്റി, നിങ്ങളുടെ ക്യാഷ് വാങ്ങിച്ചു തരുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് പറയണോ? ഇവിടെ വന്ന് ഈ അവരെയൊക്കെ പുച്ഛിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ ഇളവളൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇപ്പൊ മുക്കി ഓടി. എന്തിനെന്ന് അറിഞ്ഞൂടാ, കബഡിക്കാരി എന്നാ പറയണത്. കബഡിക്കാരി ആ വീഡിയോ മുക്കി ഓടിയിട്ടുണ്ട്. അപ്പോ അതിനകത്ത് അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് മാത്രം പറയാൻ വേണ്ടി ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് ഇത്രയും ആൾക്കാരെ പൈസയും പറ്റിച്ചിട്ട് വലിയ ഒരു എന്തോ ഒരു പുച്ഛഭാവത്തിൽ ഇരിക്കുകയാണ്. അല്ല, പുച്ഛം വേണം, കാരണം നീയൊക്കെ മണ്ടന്മാരെ കൊണ്ട് തള്ളിക്കൊടുത്തത്. ആ ഒരു വീഡിയോ, ഇന്നലെ ഇട്ട വീഡിയോ, മറ്റേ മുങ്ങിയില്ലേ, ഇട്ടിട്ട് മുങ്ങിയില്ലേ, ആ ഒരു സാധനം. അപ്പം ഇതൊക്കെയാണ് കാരണം. അപ്പം ജോലി പോയോ ഇല്ലയോ എന്നതാണ് ഫസ്റ്റത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, അതിന് മുന്നിൽ എനിക്ക് കുറച്ച് കിണിയുണ്ടോ? ജോലി ആൾക്കാരെ പറ്റിച്ച് വലിപ്പിച്ച് മൂഞ്ചിച്ച് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് അവളിരുന്ന് കിണിക്കുകയാണ്. അവളിരുന്ന് കിണിക്കുകയാണ്. നിന്നെയൊക്കെ പറ്റിച്ചല്ലോടാന്ന്. ജോലി പോയത് അവൾക്ക് പുച്ഛഭാവമാണ്. മനസ്സിലായോ? ബാക്കി രസകരമായിട്ട് തോന്നിയ, ഇപ്പോഴും ഞാൻ പറയാണ്, വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ആരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ബിസി നമ്മുടെ റെനാസുനയുടെ മറ്റൊരു വകഭേദമാണ്. ഞാൻ ആരുടെ വീഡിയോയും കാണാറില്ല. ഞാൻ തമ്പനയിൽ കണ്ട് എല്ലാം ഞാൻ മനസ്സിലാക്കും. അത്രയ്ക്ക് ബിസിയാണ്. കാരണം ആൾക്കാരെ ഇനിയും പറ്റിക്കാനുണ്ട്. കുറെ പേര് ഇങ്ങനെ ക്യൂ ആണ്. ഇവരുടെ മൊഞ്ച് കണ്ട് ഇവൾ എന്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന് അതില് സാഷ്ടാംഗം പ്രണമിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ബിസിയാണ്. ഞാൻ ആരുടെ വീഡിയോയും കണ്ടില്ല. പറയുമ്പോ ഇത്തിരി ലോജിക്കായിട്ട് പറ, നുണകൾ ഇങ്ങനെ അടിച്ചു വിടാതെ. ഒരു പെങ്കൊച്ചിന്റെ വീഡിയോ ഞാൻ കണ്ടു. എന്തറിഞ്ഞിട്ടാണാവോ ഇങ്ങനെ കിടന്ന് തൊള്ള ഓർക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, നീ എന്ത് അറിഞ്ഞിട്ടാണ് തൊള്ള ഓർക്കണത്? നീ ഇവിടെ കിടന്ന് ഈ ഒരു മറ്റേ വിലസി ഇരിക്കുന്നല്ലോ, ഇത്ര ആൾക്കാരെ പണം പറ്റിച്ചിട്ട്. അതിന്റെ ഒരു റിഗ്രറ്റും താങ്കളുടെ ഈ ഒരു ബോഡി ലാംഗ്വേജിലോ സംസാരത്തിലോ കാണുന്നില്ല. താങ്കൾ ചെയ്തത് എടുത്തു പറഞ്ഞവരാണ് തൊള്ള തുറക്കുന്നത്. ഇത്രയും ആൾക്കാരെ പണം പറ്റിച്ചതിൽ ഒരു റിഗ്രറ്റും ഇല്ല അല്ലേ? ഒരു റിഗ്രറ്റും ഇല്ല. ഇവരെ കുറ്റം പറഞ്ഞപ്പോഴാണ് പ്രശ്നം. അപ്പം
അപ്പോൾ അടാ ഇവൾക്ക് ഭയങ്കര ചെറിയ എന്തിടെ നാണോ പറഞ്ഞ് എന്താ ആക്കി ചിരിക്കുക. അപ്പോ ഇതൊക്കെ ഇതൊക്കെ ചെറുത്, ഇതിന്റെ അപ്പുറമൊക്കെ ചാടി കിടന്ന് വന്നവളാണ് ഈ അമ്മൂസ് എന്നുള്ളതാണ് ഈ അമ്മൂസിന്റെ സ്റ്റൈല്. ഇതല്ല ഇതിന്റെ അപ്പുറം പറ്റി ഞാൻ ഈ നാട്ടിൽ വെച്ച പറ്റിപ്പായിരുന്നു പണി. പറ്റിച്ച് ഞാൻ ഇവിടെ എത്തി, ഞാൻ ഇനിയും പറ്റിക്കും. ഇതൊക്കെ കുറച്ചു കാലം നീയൊക്കെ വന്ന് കുരയ്ക്കും, എന്നിട്ട് പോവും, ഞാൻ അടുത്ത വീണ്ടും പറ്റിക്കും എന്നുള്ളത്. പറ്റിക്കപ്പെടാൻ ഇവിടെ ആൾക്കാർ ക്യൂ ആണ്. അതിനെ ഇവിടെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബാക്കി ഞാൻ അപ്പം എന്തൊക്കെയാണ് എനിക്ക് രസകരമായിട്ട് തോന്നിയ കുറച്ച് തംബ്ലൈനുകളാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. മക്കള് പറ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീരജ മടങ്ങി നാട്ടിലേക്ക്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീരജ നാട്ടിലേക്ക്. ഒരുപാട് എന്നാ പറയണത്, താമസിക്കാതെ നീ കരയും. എന്നെ നാട്ടിലേക്ക് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യവാരം അവര് പിടിച്ച് അതിന് ഉള്ളക്കാത്താട്ടി ഇൻവെസ്റ്റിഗേഷൻ എന്നല്ലേ പറയുന്നത്. മുഖ്യവാരം തന്നെ നാട്ടിലായിട്ടില്ല, വിസ പിടിച്ചു വെച്ചിരിക്കണം. എന്നെ മുഖ്യവാരം ഉള്ളയിൽ ഇടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ എങ്ങനെയാണ് നാട്ടിൽ വിടും? കുറ്റവിമുക്തയായാലല്ലേ നാട്ടിൽ വിടാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അവിടെ നാട്ടിൽ വിടുമെന്ന്. ഈ വീഡിയോ ഞാൻ ഇപ്പൊ എടുക്കുന്നത് യു കെയിൽ ഇരുന്നുകൊണ്ടാണ്. ഈ നീരജയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങി. ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്ന യു കെ, നീ എവിടെ ഇരുന്നാലും എടുക്കുക. ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല, ജയിലിലായിരിക്കും എന്നേ ഉള്ളൂ. മനസ്സിലായോ? പുച്ഛം കണ്ടേ, പുച്ഛം. പണവും പറ്റിച്ചിട്ട്, പാവം കണ്ട പണവും പറ്റിച്ചിട്ടുള്ള പുച്ഛം കണ്ട. നീരജ അമ്മൂസിന്റെ ജോലി പോയി കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക്. അങ്ങനെ അഹങ്കാരം തീർന്നു. പാവടാ, അഹങ്കാരം ഒട്ടുമില്ല. കൊച്ചിനെ നോക്ക്, കുഞ്ഞു വാവ കണ്ട. അഹങ്കാരത്തിന്റെ ഒരു ലേശം, അഹങ്കാരം എന്തെന്ന് പോലും ഈ കൊച്ചിനെ അറിഞ്ഞൂടാ. അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവമാണ് ഈ പെൺകൊച്ച്. ഇവിടെ ഈ സംസാരം ഞാൻ ഇവർക്കിടെ ഇത് ആരെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഒരു സാധനം വന്നത് കൊണ്ട് അറിഞ്ഞു. പക്ഷെ നമ്മൾ ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ, ഒരാളുടെ ബോഡി ലാംഗ്വേജ് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം ആരാണ്, എന്താണ് ഇവരെന്ന് മനസ്സിലാവും. ഇതൊന്നും എനിക്ക് മനസ്സിലായത് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമാണ്, എല്ലായിടത്തും പുച്ഛമാണ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഈ തട്ടിപ്പ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായോ? കാരണം ഇപ്പോഴും അഹങ്കാരമാണ്. പാവപ്പെട്ടവരുടെ പണം പോയി, അതിൽ അവൾക്ക് പണോ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഞാൻ ജനിച്ചപ്പോഴേ തുടങ്ങിയ പറ്റിപ്പാണ് എന്നുള്ള മട്ടിലായിരിക്കുന്നത്. ആക്കുകയാണ് അവര്. അടുത്തത്, നീരജയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇനി യു കെയിൽ കാലുകുത്താൻ പറ്റില്ല. അടുത്ത ആള്, യു കെ കാലുകുത്താൻ പറ്റത്തില്ല, നീരജയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നൊക്കെയാണ് ആരൊക്കെ കംപ്ലൈന്റ് വെച്ചത്. യു കെയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടല്ലേ കാലുകുത്തുന്നത്. മുഖ്യവാരം ഇന്ത്യയിൽ കാലുകുത്താൻ പറ്റില്ലെന്ന് പറയടേ. മുഖ്യവാരം രാജീവിനാന്ത ജയിലിലാണെങ്കിലോ, ഇത്രയും തട്ടിപ്പ് അവര് പ്രൂഫ് അടക്കം പിടിക്കുകയാണെങ്കിൽ ഇവൾ അവിടെ ഉള്ളതിലായിരിക്കും. ഇന്ത്യയിൽ കാലുകുത്താൻ പറ്റില്ല, അതാണ് അവള് ചിരിച്ചത്. വണ്ടന്മാരെ, പിന്നെ ഇവിടെ വിടുന്നില്ല, വീട്ടിൽ തടങ്കിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നീക്ക് പറയണേ യു കെയിൽ ഇരുന്നുകൊണ്ട് നീക്ക് മണ്ടനല്ലേ. ഇതാരുടെ തമ്പിട്ടത്? മണ്ടനല്ലേ? ഇന്ത്യയിൽ കാലുകുത്താൻ പറ്റില്ലെന്ന് പറ. നീരജ പെട്ടു. യു കെ വിസ തട്ടിപ്പുകാരി അറസ്റ്റിൽ. ഇത്ര നേരം ജോലി പോയെന്നായിരുന്നു, ഇപ്പൊ ഒരാളെ അറസ്റ്റിൽ. താമസിക്കാതെ ഉണ്ടാവും. ഇത്ര നേരം ഉണ്ടായില്ലേ, ഇനി ഉണ്ടാവും. വിസ തട്ടിപ്പുകാരി എന്ന് സമ്മതിച്ചല്ലോ. നമ്പർ 1 തട്ടിപ്പുകാരിയാണ് ഈ വിസ. 1, 2 അല്ല, കോടികളാണ് തട്ടിച്ചത്. പിന്നെ പാവങ്ങളെ പറ്റിച്ചതും പോരാ, എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയും ചെയ്യണം. തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്ത്. നീരജ അമ്മൂസ് എക്സ്പ്ലെയിൻ ദ വീഡിയോ. ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ അത്ര വരത്തില്ലേ. നിന്റെ ക്രിയേഷനാണ് വലുത്. ക്രിയേഷനൊക്കെ പറഞ്ഞല്ലോ. ഈ പറ്റിച്ച ഇത് പോയി പറഞ്ഞ 48 ലക്ഷം രൂപ വാങ്ങിച്ചെന്നാ, 48 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തെന്നാ, പിന്നെ പറഞ്ഞ് തിരിച്ചു കൊടുത്തില്ലെന്നാ, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ 1 രൂപയെങ്കിലും പോയിട്ട് താങ്കളുടെ പോസ്റ്റ് കണ്ട് പോയിട്ടുണ്ടോ? താങ്കൾ തന്നെയാണ് ഉത്തരവാദി. മനസ്സിലായോ? പണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചാടി വീണ് വല്ലവരും തരുന്ന പ്രൊമോഷൻ എടുത്ത് ചെയ്യുമ്പോൾ ആലോചിക്കണം. മനസ്സിലായോ? അടുത്തത്, നീരജ അമ്മൂസ് കുറ്റം സമ്മതിച്ചു. വീടും കാറും എല്ലാം നഷ്ടപ്പെട്ടു. നീരജക്കെതിരെ അമല രംഗത്ത്. അത് മോശമായി. അമൽ ഒരിക്കലും രംഗത്ത് വരില്ലടേ. അമൽ ഇവളെ അറ്റ ചങ്കുകളാണ്. ഇവര് ജോയിന്റ് ആയിട്ടെന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഇനിയിപ്പോ അമൽ വന്ന് പറയും, വേറൊരുത്തന്റെ പേര് പറയും. ലവ് വന്ന് വേറൊരുത്തന്റെ പേര് പറയും. ഇങ്ങനെ വേറൊരുത്തരെ പല പേര് പറഞ്ഞ് പോകും. കാരണം ഇവളെ ഒരിക്കലും അമലിനെ കുറ്റം പറയത്തുമില്ല. അമലിനെ ഇവളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം? ഇവളെ കഴിച്ചു കൊടുത്ത പൈസ ഉണ്ടല്ലോ, അതിന്റെ ഓരോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇങ്ങോട്ട് എടുത്ത് ഇടും. അത് ഇടുമ്പോ ഇവളുടെ പിന്നെ വരിപ്പടങ്ങും. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറയാത്തത്. മനസ്സിലായോ? നീരജ അമ്മൂസിന്റെ ജോലി പോയി കരഞ്ഞുകൊണ്ട് നീരജ അമ്മൂസ് നാട്ടിലേക്ക്. ഇതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ചിരിയാണ്. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണേ. നിനക്കൊക്കെ അവിടെ കിടന്ന് നീയൊക്കെ കൂവിക്കൊണ്ടിരിക്കണേ. ഞാൻ പണം വാങ്ങിച്ചു ജോലി പോയാലെന്ത്, പറ്റിച്ച പണം കയ്യിലുണ്ടല്ലോ. നമ്മൾ ഒരു വീഡിയോ ഇടുന്നത്
തംബ്ലൈൻ കണ്ടിട്ട് നമുക്ക് ഉള്ളിൽ ആൾക്കാർ വന്നിട്ട് ഇത് എന്താണ് സ്വാഭാവികം, എന്താണ് കാര്യം, എന്താണ് ഇത്, ആരോ അടിച്ചിറക്കിയ ഒരു ഫേക്ക് ലെറ്റർ. നീരജ് അമ്മൂസ് ഈ ഒരു കമ്പനിയിൽ ഇനി ജോലി ചെയ്യില്ല, അടിച്ചിറക്കിയ ഫേക്ക് ലെറ്റർ വെച്ചിട്ട് ഇത്രയും പേരും ഒരു നെഗറ്റീവായിട്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുന്നു. ലൈക്ക് ജോലി പോയോ അതിനെ കുറിച്ച് ഞാൻ വരാം. ഒരു സംഭവം ഇപ്പൊ ഈ ഒരു ഇപ്പോ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റർ ഫസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് ഫെബിൻ സിറിയാക്ക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അയാളുടെ പ്രൊഫൈൽ ഞാൻ നോക്കിയില്ല. പക്ഷെ അതിൽ നിന്ന് അയാൾ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്തതിനു ശേഷം അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കെയർ വിസ കച്ചവടം നടത്തുന്നതിനെ പറ്റിയുള്ള വീഡിയോസുകളാണ് സോഷ്യൽ മീഡിയ മുഴുവനും. നീരജ ഇതിൽ തെറ്റുകാരിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UK പോലുള്ള ഒരു രാജ്യത്ത് പലർക്കും തെറ്റുപറ്റിയിൽ നിന്നും പണിയും തുടങ്ങിയിട്ടുണ്ട്. നീരജയെ കുറിച്ച് രാജ്യത്ത് ഒരു മര്യാദയും കാണിക്കാതെ മലയാളികളെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നോ വേറൊരാൾക്ക് അയച്ചിട്ടില്ല. അതിൽ ഞാൻ എൻ്റെ ഹോമുമായിട്ട് ഞാൻ മെയിൽ അയച്ച സമയത്ത് അവരെനിക്ക് തന്ന ഒരു മെയിലാണിത്. ഇങ്ങനെ ഒരു ഹോമിൽ നിന്ന് ഇങ്ങനെ ഒരു ലെറ്റർ പുറത്തയച്ചിട്ടില്ല, അവരുടെ ഫോൺ ഇതല്ല. ഇങ്ങനെ ഒരു ലെറ്റർ പ്രചരിപ്പിക്കുന്നതിനെതിരെ അവർ കേസ് കൊടുക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്കെതിരെ ഹറാസ്മെന്റ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളും കേസ്. ശരി, ഓക്കെ, ഇന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എവിടെ ഈ വീഡിയോ മുക്കി എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനം അവർ ലെറ്റർ അടുപ്പിച്ച സാധനം എടുത്ത് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അവര് നീ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവള് ഈ വീഡിയോ മുക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? അടുത്താണ് എന്റെ ഹോമുകാര് പറയുന്നത്. ഏത് ഹോമ്? പിന്നെ ജോലി നഷ്ടപ്പെട്ടു. നീരജ അമ്മൂസിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. നീരജ അമ്മൂസിന്റെ ജോലി അങ്ങനെയൊന്നും നഷ്ടപ്പെടുന്ന ജോലിയല്ല, അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കി അമ്മൂസ് ഇപ്പം ഇൻവെസ്റ്റിഗേഷനിലാണ്. മന്ദബുദ്ധി അങ്ങനെയാണല്ലോ. അല്ലാതെ ഒരാള് ഒരു കുറ്റം ആരോപിക്കും ഉടനെ ഉടത്തെടുത്ത് ജയിലിലിരുന്ന് ഇടില്ല, ഉടനെ എടുത്ത് ഈ പറയുന്ന പിന്നീട് ജോലിയിൽ നിന്ന് നഷ്ടപ്പെടില്ല. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. താങ്കൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിവിടെ ആർക്കും അറിഞ്ഞൂടാത്തത്. അല്ല, പിറ്റേ ദിവസം തന്നെ എടുത്തില്ല, ഇൻവെസ്റ്റിഗേറ്റ് സത്യം ഉണ്ടെങ്കിൽ താങ്കളുടെ ജോലി പുറത്ത് വെക്കും. അത്രേ ഉള്ളൂ. സസ്പെൻഷൻ ഞാൻ പറയാലോ, എന്റെ ഹോമി ജോലി നഷ്ടപ്പെട്ടില്ല, പിന്നെ എന്നെ സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ വീട്ടിൽ ഇരുന്നോ, ഇവിടെ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരട്ടെ, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എടുക്കാം. ഇത് ആരെയും ഇങ്ങനെ പറ്റിക്കുന്നത്? ഇങ്ങനെയല്ലേ ചെയ്യണത്? പിന്നെ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞു വിടൂ. ഇത് തന്നെ ആൾക്കാർ പറഞ്ഞു ജോലി പോയെന്ന് ഉടനെ പോകും. ദിവസം എന്നെ ഇൻവെസ്റ്റിഗേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, അത് കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നീരജയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചോരയുടെ എന്തൊരു വർക്കെന്ന് അടുത്ത പറ്റിപ്പേനെ ആരെയാണ് പറ്റിക്കുന്നത് ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ താഴെ വിളിച്ചിട്ട് എന്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ച ചോദ്യം, പുച്ഛം കണ്ടില്ലേ മുഖത്ത്? പുച്ഛറാണി. നീരജ വിസ തട്ടിച്ചോ? നീരജ ഇത്രയും പേരുടെ പൈസ കള്ളിയാണോ? നീരജ വിസ ഡീൽ ചെയ്തോ? അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ആ പൈസ കൊണ്ടാണോ ജീവിക്കുന്നത്? ഇതൊന്നുമല്ല. എൻ്റെ അടുത്ത് ചോദിച്ചത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു യെസ്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു യെസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു എന്ത് ബേസ്ഡ് ആണ്? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഹോബിയാണ്, ഫിറ്റ്നസ് മെയിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ഹോബി റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ ഫൈൻ. എന്തെങ്കിലും കിട്ടിയോ? ഞാൻ പറഞ്ഞാൽ 5ൻ്റെ പൈസ കിട്ടിയിട്ടില്ല. വേൾഡ് കപ്പ് കളിക്കാൻ പോയപ്പോഴാണെങ്കിലും ഇന്റർനാഷണൽ കളിക്കാൻ പോയപ്പോഴാണെങ്കിലും BK കളിക്കാൻ, അതപ്പാടെ 3 ഗെയിമേ ഞാൻ ഇവിടെ UK കളിച്ചിട്ടുള്ളൂ. ഈ 3 ഗെയിം കളിക്കാൻ പോയ സമയത്തും ഒരു 5ൻ്റെ പൈസ കിട്ടില്ല. നമ്മളെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് ചിലവാകുന്നതെന്നല്ലാണ്ട് 5ൻ്റെ പൈസ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എന്ത് ബെനിഫിറ്റ്? ഈ സാധാ എല്ലാവരും ചോദിക്കുന്ന ഈ വേൾഡ് കപ്പ് കളിച്ചില്ല, അപ്പൊ UK അവര് മന്ത്രിയാക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. എന്ത് ബെനിഫിറ്റ്? അതായത് ഇവിടെ ഹോക്കിക്കാരിയാണ് വേൾഡ് കപ്പിൽ ഒക്കെ കളിച്ചെന്ന് പറയാൻ എനിക്കറിഞ്ഞൂടെ. അപ്പോ അതിൽ 5 പൈസ കിട്ടിയില്ല. പിന്നെ ഇതെന്തേടെ ഇത് പോയിച്ച് കിടക്കണത്? 20,000 പിന്നെ പൗണ്ടൊക്കെ കിട്ടിയെന്ന് പറയുന്നു. അപ്പോ സംഭവം ഇതാണ്. നാക്കെടുത്താൽ നുണയെ പറയുള്ളൂ. പണം എവിടെ കിട്ടുന്നു അവിടെ പിന്നെ കമന്ന് വീഴും. പിന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന ഞാൻ ഇവിടെ വന്നത് എൻ്റെ അച്ഛൻ സ്വന്തമായിട്ട് ലോൺ എടുക്കാതെ സ്വന്തം പൈസക്കുണ്ടാണ് വരുന്നത്. മനസ്സിലായി? നമ്മളെ പൈസയുടെ വില അറിഞ്ഞുള്ളൂ. സ്വന്തമായിട്ട് അധ്വാനിച്ചാലേ അതിന്റെ വില അറിയുള്ളൂ. പാവങ്ങള് ഓരോരുത്തരായി സ്വരുക്കൂട്ടി വെച്ച് അല്ലെങ്കിൽ അവരുടെ പിന്നീട് അവരുടെ അസറ്റൊക്കെ വിറ്റു, അവരുടെ വസ്തു വിറ്റു, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന പൈസ എടുത്താണ് നിന്റെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് കൊടുത്തത്. അപ്പൊ ആ വേദന നിനക്കറിയാൻ പാടില്ല. കാരണം നീ അധ്വാനിച്ചുണ്ടാക്കിയിട്ടില്ല. അച്ഛന്റെ പണക്കൊഴുപ്പിൽ വളർന്നു വന്നവളാണ്. മനസ്സിലായോ? ഇപ്പോഴും പലരെയും പറ്റിച്ച് ജീവിക്കുകയാണ്. വേർപ്പൊഴുക്കി സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം. അപ്പോഴേ ആ പൈസയുടെ വില അറിയാവൂ. മനസ്സിലായോ?
അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ പറയാനുള്ളത്, ഇതിന്റെ അഹങ്കാരം കണ്ടല്ലോ, അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഒരു നമ്മളെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അവിടെ സൗമ്യമായിട്ട് വന്ന് ഇന്ന് പറയണം. മനസ്സിലായോ? നമ്മൾ അവിടെ നമ്മൾ റിഗ്രറ്റ് എങ്കിലും കാണിക്കണം, അല്ലെങ്കിൽ ഒരു മാപ്പെങ്കിലും പറയണം. അതൊന്നുമില്ല. ഇവിടെ അഹങ്കാരമാണ്. നീയൊക്കെ പോടെ, ഇതല്ല ഇതിന്റെ അപ്പുറം കണ്ടവളാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് കണ്ടുകൊണ്ട് പണം തട്ടി കൊടുക്കണം. എന്റെ അമ്മോ, എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അണ്ണാക്കി കൊണ്ട് തള്ളിക്കൊടുക്കും. അത് ലക്ഷങ്ങളോ വേണമെങ്കിൽ കുടുംബം വരെ വിറ്റ്, വീട് വരെ വിറ്റ് കൊണ്ട് കൊടുക്കും. എനിക്ക് മറ്റേ UK മറ്റേ തേങ്ങ കിട്ടുമെന്ന് പറഞ്ഞു. കഷ്ടം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.